നീ എന്താഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛനോട് പറയണം. ആവും പോലെ അച്ഛനെ നിറവേറ്റി തരും. സുഖമില്ലാത്ത കുട്ടിയാണ്. പിയൊന്നും തിരിയുന്നില്ല. എച്ചിയേ ഇതെന്താണ് സംഭവം? ശരിക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ചന്ദനക്കുറിയെല്ലാം തൊട്ട് ഫുള്ള് ഫ്രീക്ക് ഡ്രസ്സിൽ അൻവിയുടെ ഇരിക്കുന്ന കണ്ട. ഇന്ന് അൻവിന്റെ 5ാം പിറന്നാൾ. അങ്ങനെ 5ാം പിറന്നാൾ ആഘോഷിക്കുന്ന അൻവിയുടെ ദിവസം ഇന്ന് തുടങ്ങലാണ്. ഇന്ന് സ്കൂൾ ബസ്സിൽ നമ്മുടെ ഈ മറ്റേ ഫ്രണ്ട്സിനെല്ലാം കൊടുക്കാൻ വേണ്ടിട്ട് ലഡു എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇറങ്ങാന്നാലേ എന്നാ വാ നാണ വാ കേറി 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 വാ. അമ്മ എല്ലാവരും കൊടുക്കണല്ലോ കേട്ടോ. ഓക്കെ ടാറ്റാ. ഓക്കെ അങ്ങനെ അൻവി സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം വന്നിട്ട് മാത്രമേ നമ്മൾ ചെറിയ രീതിയിലുള്ള പിറന്നാൾ ആഘോഷം മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ കാര്യമായിട്ടുള്ളൊരു ഗ്രാൻഡായിട്ടുള്ള പരിപാടി എന്ന് പറയാനൊന്നുമില്ല. 5ാമത്തെ പിറന്നാളാണ്. പക്ഷേ ഓന് എന്തെല്ലോ സർപ്രൈസ് ഗിഫ്റ്റ് സംഭവങ്ങൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും ഇന്നത്തെ ദിവസം. രാവിലെ അൻവീനെ കൊണ്ടാക്കുമ്പോൾ കഥം പറയുമ്പോൾ ഒന്ന് ഒരാളെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ അയാൾക്ക് എന്നാ പറ്റിയത്. വേറെ നല്ല ഇതാ ആൾക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായില്ല. ചെറിയൊരു സുഖമില്ല. അപ്പോൾ നമ്മളുടെ ആശുപത്രിയിൽ കാണിക്കാൻ വന്നിട്ടുള്ളത്. സുഖമില്ലാത്ത കുട്ടിയാണ്. തലവേദനയാണ്, ക്ഷീണമാണ്, പനിയാണ്, എന്തെന്ന് പറയണ്ടേ. പ്രായമായില്ല എനിക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ആശുപത്രിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് രാവിലെ ഇവിടെ കാണാന്. നമ്മൾ ആശുപത്രിയിൽ പോയി അങ്ങനെ വീട്ടിലെത്തി. വീട്ടിലെത്തുമ്പോൾ ഇവിടെ വേറൊരു മഹാസംഭവം നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരാളെ കാണിച്ചു തരാം. നീ വരാ, നീ വാ, നീ വാ, നീ വാ, നീ വാ, നീ വാ. മോനിന്ന് രാവിലെ അണിഞ്ഞൊരുങ്ങിയിട്ട് എവിടെയോ പോയിനേനല്ലോ, സ്കൂളിലേക്ക് പോയിനേനല്ലോ. ഇപ്പൊ എങ്ങനെ ഇവിടെ എത്തിയേ? നമ്മൾ ആശുപത്രി പോയി വരുമ്പോൾ ആശാൻ എടി പിന്നെ ഏട്ടത്തി എന്തോ സ്കൂളിൽ എന്തോ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആടെ എത്തി അമ്മേനെ കണ്ടപാടി ഇവന് അതും ഇതാ ഓർത്താന്ന് കിടന്ന കരച്ചില് അമ്മേനെ കണ്ടോ കരഞ്ഞ് ലാസ്റ്റ് ഇവനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ വരേണ്ട അവസ്ഥയായി. 5 വയസ്സായി ഒരു ആരിക്ക്. എനക്ക് മാത്രം ലഡു കിട്ടിയിട്ടില്ല. ഒരു ലഡു എടുത്തിട്ട് വാ. എനക്ക് നീ തരണം ലഡു. ഹാപ്പി ബർത്ത്ഡേ. പിറന്നാളായിട്ട് പായസം ഇല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ സേമിയ പായസം തന്നെ വാങ്ങാം. എൻ്റെ ഇഷ്ടമുള്ള സേമിയ പായസം വാങ്ങാം. വേറെ ആരും ഇഷ്ടം ഞാൻ ചോദിച്ചില്ല. ഇഷ്ടം നോക്കണ്ട. നല്ല വെള്ളരിക്ക നോക്കിയിട്ട് എടുക്ക്. നല്ലതിന് എങ്ങനെ എടുക്കുക? നാട്ടുകാരെ ഓരോ പുളികെട്ട് നിന്നേ. പിറന്നാൾ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അൻവിക വളരെ സന്തോഷവാനാണ്. ഇന്ന് പിറന്നാളായത് കൊണ്ടല്ല, സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതുകൊണ്ടാണ്. 5 വയസ്സ് കഴിയുന്ന അൻവിയുടെ ഒരു 5 വരി പാട്ട്. ബർത്ത്ഡേ സ്പെഷ്യൽ പായസം റെഡി ആയിട്ടുണ്ട്. കുടിക്കുന്നെന്ന് കാണിച്ചിട്ട് നിങ്ങളെ തൽക്കാലം പിന്നെ കൊതിപ്പിക്കുന്നില്ല നമ്മൾ. പക്ഷെ കേക്ക് നിന്ന് കാണിച്ചിട്ട് കൊതിപ്പിക്കും കേട്ടോ. പറഞ്ഞാന്ന് പായസമൊന്നും ഞാൻ കാണിച്ചിട്ട് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാന്ന്. പക്ഷെ എനിക്കൊരു ക്ഷമ കിട്ടുന്നില്ല നിങ്ങളെ കാണിക്കായിട്ട് കേട്ടോ. പായസം കാണിക്കായിട്ട് പായസം നിങ്ങൾ കണ്ടേ പറ്റൂ. നല്ല സേമിയ പായസം. പക്ഷെ പിറന്നാളുകാരനോട് കാറ്റില്ലാത്ത സൈക്കിൾ ഓടിച്ച് കളിക്കലാ. ഈ വന്നാ പിറന്നാളുകാരൻ്റെ കോലം നോക്കിയാട്ടെ. ഈ കോലത്തിലാവണോടാ നീ ഇന്ന് നടക്കുന്നത്. ഫോട്ടോഷൂട്ടിന്റെ സമയത്ത് ഫുൾ ടൈം ഇത് ഓൻ്റെ കൈമില്ലായിരുന്നു കേട്ടോ. അതിനകത്ത് എടുത്ത ഭൂരിഭാഗം സാധനം ഇവൻ എടുത്തതാ കേട്ടാ. എന്താ മീശലം വന്ന് വലിയാടെ 5 വയസ്സായില്ലേ. ചൂട്ടിന്റെ സ്ഥിരം പരിപാടി. ഒന്നിക്കിൽ ഞാൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രൗസർ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അവന് മൂത്രം ഒഴിക്കണം. ഇതാ ഇതിനകത്ത് മൂത്രം വെച്ചിട്ടുണ്ട്. പുതിയ ട്രൗസർ ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ.
വീഡിയോ എടുക്കുന്നുണ്ടേരോ ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പൊ മൂത്രയിച്ച് അല്ലി പണ്ട് നീയും ഇങ്ങനെയാണ് കേട്ടാ കേട്ടാ നീ അധികം ചിരിക്കൊന്നും വേണ്ട പണ്ട് നീയും ഇങ്ങനെ ട്രൗസർ ഇടാൻ ഇഷ്ടമല്ല അപ്പടെ കുതിര കിടന്ന് ട്രൗസർ വന്ന് എനക്ക് അലർജി മധുരമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഓള് വെച്ചോണ്ടല്ലേ പായസം രസവും അമ്മ അല്ല എന്നിട്ട് അമ്മ കുടിക്കുന്നില്ല രസമില്ല പോലെ അല്ലേ രസമില്ല തീരാ ഇല്ലേ അമ്മ ഉണ്ടോ ഇല്ല നിങ്ങൾ പറ രസം ഉണ്ടോ ഇല്ലയോ രസം ഉണ്ടോ ഇല്ല പറ പ്രത്യേകിച്ച് അതെ ആ രസം ഉള്ളോണ്ടാ പറഞ്ഞ കേട്ടോ അമ്മ രസമില്ല പായസോ അടിപൊളിയല്ലേ സൂപ്പർ ആ ചോദിക്കണ്ടല്ലോ കേക്കും സെറ്റായി ഗിഫ്റ്റ് കിട്ടിയാ ഗിഫ്റ്റ് തന്നതാ ഒരുക്കങ്ങൾ ഇപ്പഴേ കാണിച്ചിട്ട് സസ്പെൻസ് കളഞ്ഞല്ലടാ നീ പിയൊന്നും തിരിയുന്നില്ല എച്ചിയെ ഇതെന്താന്ന് സംഭവം ഇതെന്താ ഉദ്ദേശിച്ചത് ശരിക്കും എന്താ ഉദ്ദേശിച്ചത് ഹാപ്പി റെഡി ആയ ഞാൻ ഹാപ്പി ആയി വെളുത്തത് കാണുന്നില്ല ബലൂൺ പിന്നെ എങ്ങനെയാ ഇത് ഈ അത്ര ഇങ്ങനെ നീ ഒറ്റ പോരുന്നത് അല്ല അപ്പുറത്തെ വീട്ടിൽ രണ്ടാളെയും പിന്നെ ബംഗാളി പണിക്ക് വന്നൊരു മൂന്നാളെയും വിളിച്ചിട്ട് അതെ അന്വീര് ബംഗാളി എടുത്ത് ഇവൻ ഊതുക ഇവൻ ഫുള്ള് ഊതിയിട്ട് തുപ്പല് നടിക്കുക എന്നിട്ട് അത് നമുക്ക് തരുക അതില്ലാതെ പറഞ്ഞിട്ട് അതാ അതിൽ ഫുള്ള് തുപ്പല് ഇനിയിപ്പോ മെല്ലെ തരുക അതില്ല പറഞ്ഞിട്ട് അമ്മി ഇനി അയക്കാം കേട്ടാ ഇനി ഇന്നിതാ കേക്കെല്ലാം കട്ട് ചെയ്ത് തിന്ന് കഴിഞ്ഞാൽ അയക്കാം കേട്ടാ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ കേട്ടാ ഇങ്ങോട്ട് നോക്കി ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടാ അച്ഛണ്ടാവാ നമുക്ക് എന്നാ കണ്ടാലോ ആ അടി എനിക്ക് കയ്യിൽ നിന്ന് വരെ കാണണം കേട്ടോ അത് മൊത്തം കാണണം നിങ്ങൾ എല്ലാവരും നിരക്കനെ എത്തിച്ചിട്ടുണ്ട് ഇവിടെ അപ്പം നമുക്ക് സംഗീനാട്ടൻ്റെ എന്തോ ഒരു പരിപാടി ഉണ്ട് അപ്പം അത് അൻവിക്ക് വേണ്ടി റെഡിയാക്കി വെച്ച ഒരു ചെറിയൊരു പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ അമ്മിക്കുട്ടാ. അപ്പൊ ഇന്ന് നീ 5ാം പിറന്നാളിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് അച്ഛൻ തരാൻ പോകുന്നത്
അങ്കനവാടി അഞ്ച് അച്ഛനോട് ചാറ്റ പറ പോയിട്ട് വരാ പറ അച്ഛനോട് ഫ്ലൈങ് കിസ് കൊടുക്ക് ടീച്ചറെ വിളിക്കേ അതാണ് കുതിര കണ്ടാ അതല്ലേ കുതിര അതാ പകുതിയുടെ വന്നിട്ട് യൂണിഫോം കാരണം അങ്ങനെ പറയാ കണ്ടാ എന്താ മോനെ അന്റെ ചേട്ടൻ ഇത്ര സെറ്റപ്പ് ആയിട്ട് പോവാൻ മടി എന്ന് പറഞ്ഞാല് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അന്തി സ്കൂളിലേക്കുള്ള യാത്രയിലാണ്. എടാ ഇപ്പം ചിരിതം വന്നല്ല എടാ ബസ്സിൽ കയറുമ്പോ സ്വഭാവം മാറി ചിരിതം വന്നല്ലോ. എന്നാ ഓക്കെ കേട്ടോ, വൈകുന്നേരം കാണാം. ഈ വീഡിയോയും ലൈഫ് ഇന്ന് മനസ്സിലാവുന്നതിനെക്കാളും കൂടുതൽ ഇതിന്റെ ഭംഗിയും ഈ വീഡിയോയുടെ സൗന്ദര്യവും എനിക്ക് കുറച്ച് വർഷം കൂടി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. കാരണം നിനക്ക് തന്നെ നിന്റെ ചെറുപ്പകാലം കണ്ട് ആസ്വദിക്കാനുള്ള ഒരു അവസരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അൻവികൂട്ട ഒന്നും കൂടി അച്ഛൻ പറഞ്ഞു 1000 ജന്മം നീ ഇതേപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അച്ഛന്റെ ചക്കര മുത്തിന് 1000 ഉമ്മ ഉമ്മ ഉമ്മ. എങ്ങനെയുണ്ടാ നീ വീഡിയോ? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? അമ്മയുടെ അച്ഛൻ പറഞ്ഞേക്ക് സമ്മാനം തരും പോലും. അതാ സമ്മാനം തന്നു. കേട്ടില്ലല്ലോ ഒന്നുകൂടി ചോദിച്ചാ ഇങ്ങനെ വെടിവെക്കോ ചോദിക്കുന്ന ചീതുവാട്ടിന്റെ വക ചെറിയ നോക്ക്. ഇത് കണ്ടപ്പോ കൈക്ക് കട്ട് ചെയ്യേണ്ടത് മറന്നു പോയി. അമ്മി ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് കേക്ക് കിട്ടി. സർപ്രൈസ് പോലെ തരാൻ ഞെക്കിയൊക്കെ ഒറ്റ പോകാം. നമ്മൾ വാങ്ങി ഗിഫ്റ്റ് ഇവന്, പക്ഷെ ഇവന് ആര് വാങ്ങി ഗിഫ്റ്റിനെക്കാട്ടും വലുത് സൈലപ്പം വാങ്ങിയതാണെന്ന് നമുക്കറിയാം. എങ്ങനെയുണ്ട് തുറന്നു ഇതൊരു ലാമ്പാണ് കേട്ടോ. ഇത് കത്തിച്ചാലേ മനസ്സിലാവും സംഭവം എന്താണെന്നുള്ളത്. മോനെ വണ്ടി തോക്ക് അതാണ് എനിക്ക് കേക്ക് ഞാൻ കഴിക്കാറില്ല, നിങ്ങൾക്ക് അറിയാലോ. ഹാപ്പി ആയിക്കോട്ടെ. അടിപൊളി. ഇങ്ങനെ പോകുന്നല്ലോ എടുക്കില്ലേ? അൻവീൻ്റെ 5ാം പിറന്നാൾ ഇവിടെ ആഘോഷിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാവരും കൂടെ റെസ്റ്റ് എടുക്കുന്നു.